ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിക്കാനുള്ള സമയമാണ്. നമുക്കറിയാം, ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒന്ന് ഇതാണ്: ഒരു മഞ്ഞു തുള്ളി. അത് ആരംഭിക്കുമ്പോൾ വളരെ നൈർമല്യമായി, ശുദ്ധമായി, തെളിമയോടുകൂടി അതായത് ജീവിതയാത്ര ആരംഭിക്കുകയാണ്. അത് കുറച്ചു കഴിയുമ്പോൾ താഴ്വരയിലെ പുല്ലുകളിൽ തട്ടി, പൂക്കളോട് കിന്നാരം പറഞ്ഞ്, നദികളിലേക്ക് ചേർന്ന് അത് ഒഴുകിയാണ്. അവിടെ ധാരാളം ജീവജാലങ്ങളുണ്ട്, അവിടെ ധാരാളം ആളുകൾ ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് കുറച്ചു കഴിയുമ്പോൾ അത് താഴ്വരയിൽ നിന്ന് താഴേക്ക് ചെളിക്കുണ്ടിലേക്ക് വീഴുന്നു. അതിന്റെ സ്വഭാവമാകെ മാറി മറിയുന്നു. അത് ചെളിയും കരങ്ങി സംഹാരരുദ്രനായി അത് ഒഴുകി 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 ഒടുവിൽ 4ാം ഘട്ടം അത് ഇവിടെ ചെല്ലുന്നു, സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്നു. പിന്നെ ആ വെള്ളത്തുള്ളിക്ക്, ആ മഞ്ഞുതുള്ളിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത് അനേക ലക്ഷം വെള്ളത്തുള്ളിയോട് ചേർന്ന് അത് അലിഞ്ഞു ചേർന്നതുപോലെ ആണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ നാളുകളിൽ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്തയാണ് ശലോമോന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. 3000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആ ഭക്തൻ അല്ലെങ്കിൽ ആ വ്യക്തി എഴുതിയ അനേക കാര്യങ്ങൾ, അനേക തത്വചിന്തകൾ, അല്ലെങ്കിൽ അനേക പ്രചോദനമായിരിക്കുന്ന പ്രബോധനങ്ങൾ ഇന്നും ജീവിതത്തിൽ വളരെ അർത്ഥസമ്പുഷ്ടി തരുന്നതാണ്, അല്ലെങ്കിൽ വളരെ അനുഗ്രഹം തരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര പ്രബുദ്ധനായിരിക്കുന്ന, ഇത്ര ദാർശനിക സ്വഭാവമുള്ള, അല്ലെങ്കിൽ ജീവിതത്തെ ഇത്ര ദീർഘമായി വീക്ഷിച്ച് മനസ്സിലാക്കിയ ഈ വ്യക്തി പ്രഭാവം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയതെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഒരു എളിയ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് തിരിക്കുവാൻ കഴിയും. ഒന്ന്, ദൈവത്തോടു കൂടെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം. 2, ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ അദ്ദേഹത്തിന്റെ ജീവിതം. ഇനി 1ാമത്തെ ഭാഗത്തെ തന്നെ, ദൈവത്തോട് കൂടെയുള്ള ജീവിതത്തെ തന്നെ 2ആയിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. അതിനെ 2ആയിട്ട് തിരിക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹത്തിന്റെ ആരംഭ കാലത്ത് അദ്ദേഹം ദൈവകർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, അതിനുശേഷം തന്റെ ജീവിതത്തിലെ പ്രശസ്തിയും ധനവും സമ്പത്തും എല്ലാം കടന്നു വരുന്നത്. അതിന്റെ 2ാമത്തെ ഭാഗം, ദൈവത്തെ ഇല്ലാതെ 2ാമത്തെ ഭാഗം, അതിനെക്കുറിച്ച് നമുക്ക് 2ആയിട്ട് തിരിക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സുഖലോലുപതയിൽ അദ്ദേഹം മതിച്ച് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് 1000-ലധികം സ്ത്രീരത്നങ്ങൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അരമനകളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അവര് കൂടിയുള്ള സന്തോഷപുളകിതമായിരിക്കുന്ന ജീവിതം. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇതെല്ലാം അവസാനിപ്പിച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതത്തെ ഉറ്റുനോക്കിക്കൊണ്ട് പറയുന്ന ചില പ്രസ്ഥാനങ്ങൾ, ഒരുപക്ഷെ സഭാപ്രസംഗി എഴുതിയത് തന്റെ വാർദ്ധക്യത്തിലായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ സമയത്ത് ജീവിതത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് തന്നെ, സഭാപ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ്: ആ മായ സകലതും മായ. അതെ, ഇന്ന് വരെ ഞാൻ വന്ന പാതകൾ, ഇതുവരെ ഞാൻ കണ്ട ജീവിതങ്ങൾ, ഇതുവരെ ഞാൻ ആർജിച്ചെടുത്ത ജ്ഞാനം, ഇതുവരെ എനിക്ക് ലഭ്യമായിരുന്ന ആ പ്രശസ്തി, ഇതുവരെ ഞാൻ അനുഭവിച്ച സുഖവും മോഹവും എല്ലാം വെറും മായയാണ്. ഇന്നലെ പെയ്തിറങ്ങിയ മഴ ഇന്ന് വെയിലത്ത് ഉതിർന്നു പോയതുപോലെ, അല്ലെങ്കിൽ ബാഷ്പീകരിച്ചു പോയതുപോലെയാണ് എന്റെ ജീവിതം എന്നുള്ള കണ്ടെത്തൽ അദ്ദേഹത്തിന് എത്തുവാൻ കഴിയും. പ്രിയമുള്ളവരെ, അതിലൂടെ ചില വാക്യങ്ങളിലൂടെ നമ്മളൊന്ന് ഇന്ന് രാത്രിയിൽ അല്പം സഞ്ചരിക്കുവാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ജീവിതം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് 12ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുണ്ട്. ഇത് ഞാൻ അവസാനത്തിലേക്ക് വരുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ വാക്യം അദ്ദേഹം പറഞ്ഞു. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എന്താണ്: ദൈവത്തെ കൂടാതെയുള്ള ജീവിതം നിരുത്സാഹവും വ്യർത്ഥവും ഉദ്ദേശരഹിതവുമായിരിക്കും. ദൈവത്തോടു കൂടെ വാസ്തവത്തിൽ സന്തോഷിക്കുവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് ശലോമോന്റെ ജീവിതത്തെ നാം ആകെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവത്തെ കൂടാതെയുള്ള ജീവിതം. അതെ, ഇന്ന് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഞാൻ എൻ്റെ മകന്റെ ജീവിതത്തിലൂടെ തന്നെ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ എത്ര നിഷ്കളങ്കനാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, തിരക്കുള്ള ലോകത്തിൽ
അവൻ പലപ്പോഴും വളരെ ശാന്തനായി ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, സ്വസ്ഥമായി ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ വളരെ തിടുക്കപ്പെട്ട് പോകുമ്പോൾ അവന്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് അവൻ ഭൂമിയെ നോവിക്കാതെ വളരെ സാവധാനം അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന പൂക്കളെയൊക്കെ നോക്കി തുമ്പിയെ പിടിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഭവനത്തില് ചില സംഘർഷപൂരിതമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ എന്റെ മകൻ വളരെ ശാന്തനായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. ശലോമോന്റെ ജീവിതവും അങ്ങനെയായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തോട് കൂടിയുള്ള ജീവിതമാണ് വാസ്തവത്തിൽ നമുക്ക് ദൈവം തരുന്ന നന്മ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകുന്നത് ദൈവമാണ്. വെറുതെ ജീവിച്ചാലല്ല, അവനിൽ വസിച്ച് ജീവിച്ചാലാണ് ജീവിതത്തിന് അർത്ഥസമ്പൂർണ്ണത ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാൻ കഴിയും. അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ദൈവത്തെ കൂടാതെ ജീവിതത്തിന്റെ ലാഭക്കണക്കുകൾ നോക്കിയാൽ കിട്ടുന്നത് പൂജ്യമായിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വാക്യം സങ്കീർത്തനം 14:1 പറയാണ്, ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. ഞാനിത് പറയുന്നത് ഈ നാളുകളില് അനേക ആളുകൾ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് സമ്പത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ പലപ്പോഴും നമുക്ക് ദൈവം ഒരു തടസ്സമായിട്ട് തോന്നുന്ന അനുഭവങ്ങളുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിലൊക്കെ വളരെ ശരിയായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 2020 മാർച്ച് വരെ വളരെ ധൃതിയിൽ വളരെ തിടുക്കത്തിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെയാണ് ജീവിതത്തിൽ നിന്നത്. തിരിച്ച് നമ്മൾ കടന്നു വന്നു. ഞാൻ പാർക്കുന്ന ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ പട്ടണത്തില് പ്രിയമുള്ളവരെ അനേക ചെറുപ്പക്കാർ, അനേക ആളുകൾ രാത്രി 11 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ ചില സമയത്ത് ചില ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ശുശ്രൂഷകളെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ കാറും ബൈക്കും ഒക്കെ ആയിട്ട് വന്ന് തട്ടുകടകളിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് വെറുതെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബ്രേക്ക് വന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് ശലോമോന്റെ ജീവിതത്തിലേക്ക് കടക്കാം. ശലോമോന്റെ ജീവിതത്തിന്റെ 1-ാം ഘട്ടം 2 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യവും ഞാൻ വായിക്കുന്നില്ല, അതിന്റെ സാരാംശം അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ആകിയ ഈ ജനത്തിന്റെ നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഒന്നുകൂടി ആ വായിക്കാം. ആകിയാൽ ഈ ജനത്തിന്റെ നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ, അല്ലാതെ നിന്റെ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇതിന്റെ പശ്ചാത്തലം എന്താണ്? ദാവീദ് തന്റെ സ്വസ്ഥതയുള്ള കാലഘട്ടത്തിൽ, ദാവീദ് അതിസമ്പന്നനായി പേരും പ്രശസ്തിയൊക്കെ നേടിയ കാലത്ത് ഫെലിസ്തരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി തന്റെ സൈന്യത്തെ അയക്കുമ്പോൾ താൻ സുഖലോലുപതയിൽ അരമനയിൽ നിൽക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം ആകമാനം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത എപ്പോഴൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അവരുടെ പടനായകന്മാർ അവർ മുൻപിലുണ്ടായിരുന്നു. നാം മോശയെ കുറിച്ച് ചിന്തിച്ചു നോക്കാം, യോശുവയെ കുറിച്ച് ചിന്തിച്ചു നോക്കാം, ആദ്യകാലത്ത് ദാവീദിന്റെ യുദ്ധങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ശൗലിന്റെ യുദ്ധങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇവരെല്ലാം ആദ്യമേ മുൻനിരയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇപ്പോഴെന്ത് സംഭവിച്ചു? യുദ്ധക്കളത്തിൽ ജനം രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ രാജാവ് ഇവിടെ സുഖലോലുപതിയിൽ ഇരിക്കുമ്പോൾ തന്റെ കണ്ണ് അരുതാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ബത്ശേബ എന്ന് പറയുന്ന ഒരു യുവതിയുടെ അടുക്കലേക്ക് എത്തപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഉപായങ്ങളും ചതികളും ഒക്കെ പ്രയോഗിച്ച് ആ സ്ത്രീയെ വശീകരിക്കുന്നതും, പ്രിയമുള്ളവരെ, പാപത്തിന്റെ സുഖലോലുപതയിൽ ഒരു കുഞ്ഞ് ജനിച്ചു, അത് മരിച്ചു, രണ്ടാമത് ഒരു കുഞ്ഞ് ജനിച്ചു, അവനാണ് ശലോമോൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ശലോമോൻ എങ്ങനെയാണ് ജനിച്ചത്? അരുതാത്ത വഴിയിലൂടെ ദാവീദ് സഞ്ചരിച്ചതിന്റെ ഒരു ഫലമാണ് ശലോമോൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എന്നോട് വിയോജിപ്പുള്ളവരൊക്കെ ഉണ്ട്, ദൈവഹിതമല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഈ ശലോമോൻ ഇപ്പോൾ രാജാവായി തീർന്നിരിക്കുകയാണ്. ശലോമോന് എതിരാളികൾ ഉണ്ടായിരുന്നു, ശലോമോന് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശലോമോൻ ഇപ്പോൾ രാജാവായിരിക്കുന്നു. നാഥാൻ പ്രവാചകനോട് ദൈവം അവനെ തെരഞ്ഞെടുത്ത് രാജാവാക്കിയിരിക്കുന്നു. ദൈവം അവന് പ്രത്യക്ഷനായി. അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തോട് അവൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടെ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ്? നമ്മൾ ആ വാക്യം വായിച്ചു, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകിയാൽ ഈ ജനത്തിന്റെ നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ, അല്ലാതെ നിന്റെ ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും?
ഇത് ദൈവത്തിന് വളരെ ബോധിച്ചു എന്ന് പ്രിയമുള്ളവരെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെയാണ് ദൈവം അങ്ങനെയുള്ളതൊന്നും ചോദിക്കാതെ ഈ കാര്യം ചോദിച്ചതുകൊണ്ട് ദൈവത്തിന് അവൾ പ്രസാദമാവുകയും അവന് ധാരാളം സമ്പത്തും അതുപോലെ പ്രശസ്തിയും ജ്ഞാനവും ഒക്കെ ദൈവം വർദ്ധിച്ചു കൊടുക്കുന്നുണ്ട്. ശലോമോനെ ചരിത്രം പറയുന്ന ശലോമോന് മുൻപ് ശലോമോനെ പോലെ ജ്ഞാനിയില്ലായിരുന്നു, ശലോമോന് ശേഷവും ശലോമോനെ പോലെ ഒരു ജ്ഞാനിയില്ലായിരുന്നു. അപ്പോഴാളുകൾ ഇവിടെ ചോദിക്കും, ഇപ്പൊ ഈ ശാസ്ത്രയുഗത്തിൽ മനുഷ്യൻ വിഹായസിൽ ചിറക് എടുത്ത് പറന്നുയരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ശലോമോനേക്കാൾ ജ്ഞാനികൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ, ഇന്നും മനസ്സിലാക്കണം, 3000 വർഷങ്ങൾക്ക് മുൻപ് ശലോമോൻ എഴുതി വെച്ച ദാർശനികമായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും ഓരോ വിജ്ഞാന കുതികികളും നിരീക്ഷിച്ച് പഠിക്കുകയാണ്. ഇന്നും അത് പഠിക്കാൻ കഴിയുന്നു. ഇന്നും ജീവിതത്തിന്റെ ഏടുകളിൽ അത് അർത്ഥവർത്താണ് എങ്കിൽ ശലോമോനെ പോലെ ജ്ഞാനിയായിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഈ ലോകത്തിൽ കണ്ടെത്തുവാൻ കഴിയുകയും. അപ്പോൾ ശലോമോന്റെ ജീവിതത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 16 വയസ്സ് പ്രായമുള്ള ഉസിയാവിന് 16 വയസ്സ് പ്രായമായപ്പോൾ ദൈവം അവനെ രാജാവാക്കി. അവനോട് അതിന്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറഞ്ഞാൽ അവനെ ആത്മീയ തലത്തിൽ ഉപദേശിച്ചു നടന്ന സെഖര്യാവിന്റെ കാലത്തോളം അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് സമൃദ്ധി കൊടുത്തു. ഒരു ഇഫ് ക്ലോസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ജോണി മൈക്കിൾ സാറൊക്കെ അവർ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുന്ന പ്രമുഖരായിരിക്കുന്ന അധ്യാപകരാണ്. പ്രിയമുള്ളവരെ, ഒരു ഇഫ് ക്ലോസ് എന്താണ് പറഞ്ഞത്? നീ ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ദൈവത്തോട് കൂടെ നടന്നില്ല എന്ത് സംഭവിക്കും? ദൈവം തരാനിരിക്കുന്ന പല അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. അപ്പൊ ദൈവത്തോടു കൂടെ നടക്കാം. ആ 2 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 26-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തന്നെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ശലോമോന്റെ വിഷയം തന്നെയാണ്. ശലോമോന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ ദൈവം കൊടുത്ത വിവേകത്താൽ, ദൈവം കൊടുത്ത ജ്ഞാനത്താൽ, ദൈവം കൊടുത്ത ആ സമ്പത്തിനാൽ അവൻ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ അവന്റെ ജീവിതം വലിയ അനുഗ്രഹ സമ്പൂർണമായി തീർന്നു. അവൻ വലിയ ജീവിതത്തിന്റെ വിജയങ്ങളിലേക്ക് എത്തപ്പെടുന്നത്, അവന്റെ കീർത്തി എവിടെ എത്തപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിച്ചത് ഞാനും നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടന്നത് കൊണ്ടാണ്. എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച സകല അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കും കാരണം നാം ദൈവത്തോട് ചേർന്ന് നടന്നത് കൊണ്ടാണ്. ഈ പ്ലാറ്റ്ഫോം സൂമില് കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന അനേക ദൈവദാസന്മാർ ഇവിടെയുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട കാലത്ത് നിങ്ങൾക്ക് പട്ടിണിയും കഷ്ടവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ കണ്ണുനീരോടുകൂടി മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് അപേക്ഷിച്ച കാലത്ത് ദൈവം നിങ്ങളെ എത്ര സമൃദ്ധിയായിട്ട് എത്ര നന്മയോടുകൂടി നടത്തി. കാലങ്ങൾ കഴിയവേ, അനുഭവങ്ങൾ പെരുകവേ, സമൃദ്ധിയുടെ നിറവിൽ നിന്നുകൊണ്ട്, പ്രശസ്തിയുടെ നിറവിൽ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ മറന്നുപോയില്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയമാണ്. നമ്മൾ ആത്മീയന്മാരൊക്കെ തന്നെയാണ്, നമ്മൾ ദൈവവചനം പഠിക്കുന്നവരാണ്, പണ്ഡിതന്മാരാണ്. ഞാനിങ്ങനെ ഓർക്കുന്നു, ആദ്യം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ എത്ര മണിക്കൂറുകൾ ഇരുന്ന് വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അറിയുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ആത്മീയ ജീവിതത്തിൽ അസംതൃപ്തി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഗ്രഹം കുറഞ്ഞു പോയി തോന്നുന്നുണ്ടോ? നാം ആദ്യം കണ്ടെത്തേണ്ടത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 2 ദിനവൃത്താന്ത പുസ്തകം 9-ാം അധ്യായം അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യമാണ്. ആ സംഭവം നിങ്ങൾക്കറിയാം. ശേബാരാജ്ഞി ശലോമോനെ കാണുവാൻ വരുന്നതാണ്. ശേബാരാജ്ഞി അവിടെ കടന്നു വന്നിട്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവന്റെ ഭൃത്യന്മാരുടെ എന്താ പറയുക, അവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ആലയത്തിലേക്കുള്ള അവന്റെ എഴുന്നള്ളത്ത് കണ്ടിട്ട് അമ്പരന്ന് പോയി. അവൾ രാജാവിനോട് പറഞ്ഞത് എന്റെ ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണും വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ നിന്റെ ജ്ഞാന മഹാത്മ്യത്തെ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കേൾവിയേക്കാൾ നീ ശ്രേഷ്ഠനാകുന്നു. അവന്റെ ജീവിതത്തിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത്, ദൈവത്തോടു കൂടെ നടന്ന 2ാം ഘട്ടം എന്ന് പറയുന്നത്, അവൻ വലിയ പ്രശസ്തനായി തീർന്നു. എന്തുകൊണ്ടാണ് പ്രശസ്തനായി തീർന്നത്? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി
രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകൾ തരുന്നത്, നമുക്ക് ഉയർന്ന പൊസിഷനുകൾ തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച തരുന്നത്? അവിടെ ദൈവം നമ്മളിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ MTH എടുത്തത് കൊണ്ടോ, ഞാൻ ഗ്രീക്ക് ഭാഷയിൽ അവഗാഹമായി ജ്ഞാനം നേടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ അനേക ലേഖനങ്ങൾ എഴുതിയത് കൊണ്ടോ, അല്ലെങ്കിൽ എനിക്ക് വലിയ 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഉണ്ടായത് കൊണ്ടോ, അതല്ലെങ്കിൽ പല പ്രാവശ്യം എനിക്ക് ഗൾഫിലും അമേരിക്കയിലും വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഇതിനൊക്കെ അവസരം ലഭിച്ചത് ദൈവം നമ്മളിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടോ? നാം ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴികളിലൂടെയാണോ സഞ്ചരിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ജീവിതത്തിൽ എതിർപ്പുകൾ ഉണ്ടാകാം, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകാം. എന്നാൽ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിക്കും. ഞാൻ ഇന്ന് ഷെയർ ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ പറയുവാണ്. ഒരു മനുഷ്യൻ, അമേരിക്കയിൽ നടന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു തച്ചനായിരുന്നു, ഒരു ആശാരിയായിരുന്നു. അദ്ദേഹത്തിന് ചൈനയിലേക്ക്, അമേരിക്കയിലുള്ള ചില ചർച്ചുകൾ ഒരുമിച്ച് ചേർന്ന ചൈനയിലുള്ള വിശ്വാസികൾക്ക് ചില സമ്മാനങ്ങൾ അയക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ ചർച്ചിന്റെ ആ സമ്മാന പാക്കറ്റുകളൊക്കെ പാക്ക് ചെയ്ത് അദ്ദേഹമായിരുന്നു. അങ്ങനെ പാക്ക് ചെയ്തു. അദ്ദേഹത്തിന് വലിയ സംതൃപ്തിയും സന്തോഷവും തോന്നി. കാരണം കർത്താവിന്റെ വേലയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞല്ലോ എന്ന്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? അത് അയച്ചു കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം തപ്പുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ കണ്ണട കാണാനില്ല. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇത് എന്ത് പണിയെ കാണിച്ചത്? ഞാൻ ഇത്രയും വിശ്വസ്തനായി ജീവിച്ചിട്ട്, ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ഇത്രയും നന്നായിട്ട് ഒരു സൽപ്രവൃത്തി ചെയ്തു, ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് എന്റെ കണ്ണട പോയല്ലോ, എന്നോട് എന്തിനാ ചെയ്ത്? നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് പലപ്പോഴും. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരെ, കർത്താവെ, ഞാൻ ഇത്ര വർഷം കർത്താവിന്റെ വേല ചെയ്തിട്ട്, ഇത്ര വർഷം ഞാൻ അങ്ങയോട് വിശ്വസ്തനായി ജീവിച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ ജോലിയുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി കൊടുത്തിട്ട്, അതല്ലെങ്കിൽ സഭയുടെ പരിപാലനത്തിൽ ഞാൻ വളരെ കഠിനാധ്വാനം ചെയ്തിട്ട്, ഇപ്പോഴെന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? പലപ്പോഴും പല ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഈ മിഷണറി അവിടെ കടന്നു വന്നു. തിരിച്ച് കടന്നു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിൽ പങ്കെടുത്തു. അദ്ദേഹം ചർച്ചുകളിൽ നടന്ന് നന്ദി പറയുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്റെ സഭയിലും വന്നു. അദ്ദേഹം ആ സഭയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നൽകി തന്ന സമ്മാനങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, വിശേഷിച്ച് ഞാൻ ഒരു കണ്ണടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചർച്ച ചില ആളുകൾ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചതിന് ശേഷം എന്റെ കണ്ണട പൊട്ടിപ്പോയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്നാൽ നിങ്ങൾ അയച്ച ആ പാക്കറ്റിൽ എനിക്ക് വേണ്ടി ഒരു കണ്ണട ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയമുള്ളവർ, അപ്പോഴാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കിയത് അത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില നഷ്ടങ്ങൾ, നമ്മൾ ചിലവിടുന്ന ചില കാര്യങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്, അത് അത്യാവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമായതുകൊണ്ട് കർത്താവ് അത് അനുവദിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ശലോമോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രിയമുള്ളവരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ശലോമോൻ അതിന്റെ ജീവിതത്തിലെ ആ ഉയർച്ച, അതെല്ലാം ദൈവം കൊടുക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകളെല്ലാം ദൈവം തരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ആ ശേബാരാജ്ഞി പറയുകയാണ്, അവൾ കടന്നു വന്നു, അവൾ അനുഭവിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ലോകം അമ്പരന്ന് നമ്മളെ നോക്കി. ദൈവം നമ്മളെ മാനിക്കുമ്പോൾ ലോകം അന്തം വിട്ട് നമ്മളെ നോക്കി നിൽക്കും. കാരണം ദൈവം എങ്ങനെയാണ് ഒരു ഭക്തനെ മാനിക്കുന്നതെന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടി ദൈവം ഏറ്റവും ഉന്നതമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം ചെയ്യും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശേബാരാജ്ഞി പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി രാജാവായിട്ട് തന്റെ സിംഹാസനത്തിൽ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച, അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ വേണ്ടി എന്റെയും നിങ്ങളുടെ ജീവിതം ഉയർത്തണം. എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനവും, എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തും, എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസവും, എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സർവവും, അത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ കൃപയുണ്ടാകുവാൻ,
ദൈവത്തിന്റെ കരുണയുണ്ടാകുവാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ദൈവത്തോടു കൂടിയുള്ള ശലോമോന്റെ ജീവിതത്തിന്റെ ആ ഘട്ടങ്ങൾ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവും ആകുന്നു. ദൈവഭക്തിയോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ ഒരുവാണ്. ശലോമോൻ ദൈവത്തോടു കൂടെ നടന്നപ്പോൾ അവന്റെ ഭക്തി, അവന്റെ ജ്ഞാനവും അവന് എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു ദൈവം കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ സദൃശവാക്യം 16:20 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? ഓൺലൈൻ ലോട്ടറി അടിച്ച് 40 കോടി രൂപ കിട്ടുന്നവരാണോ? അല്ല, മറിച്ച് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചു പോകുന്നത്? കാലങ്ങൾ കഴിയവേ, നാളുകൾ നീളവേ, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നതിന് വിമുഖത കാണിക്കുന്നു. ദൈവവചനം പ്രമാണിക്കുവാൻ പലപ്പോഴും നമ്മൾക്ക് അസൗകര്യങ്ങളായി തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? നന്മ കണ്ടെത്തുവാൻ കഴിയാതെ പോകുന്നു. എന്നാൽ നമുക്ക് നന്മ കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ടോ? തലമുറകൾക്ക് വേണ്ടി നന്മ ഒരുക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തിരുവചനം പ്രമാണിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു, 119 കീർത്തനത്തിന്റെ 105 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരണം. ദൈവവചനം വായിക്കുക, ദൈവവചനം പഠിക്കുക, ദൈവവചനം പ്രമാണിക്കുക, ദൈവവചനത്തെ സ്നേഹിക്കുക, അതിനെ ആദരവോടെ സമീപിക്കുക. തീർച്ചയായിട്ടും നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ജ്ഞാനികളായി തീരും. നമ്മുടെ പരിജ്ഞാനം വർദ്ധിച്ചു വരുമെന്ന് ദൈവശലോമോന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ശലോമോന്റെ ജീവിതത്തിന്റെ 3-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവത്തെ കൂടാതെയുള്ള ശലോമോന്റെ ജീവിതത്തിന്റെ 3-ാമത്തെ ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ഇത് വളരെ ഭയത്തോടെ കേൾക്കേണ്ട ഒരു കാര്യമാണ്, അറിയേണ്ട ഒരു കാര്യമാണ്. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു. ശലോമോൻ വലിയ നയതന്ത്രജ്ഞനായിട്ടാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകളെ, അല്ലെങ്കിൽ സമീപ രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്തത്? വിവാഹം കഴിച്ചത്. ശലോമോൻ ചിന്തിച്ചത് യുദ്ധങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ശലോമോന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ യുദ്ധമുണ്ടായതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല. ലോകം നോക്കുമ്പോൾ ശലോമോനെ പോലെ നല്ലൊരു നയതന്ത്രജ്ഞൻ, രാഷ്ട്രമീമാംസകൻ ലോകത്തിൽ വേറെ എവിടെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല. തന്റെ ദീർഘവർഷത്തെ ഭരണത്തിൽ ഒരു യുദ്ധം പോലും സംഭവിക്കാതെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത മനുഷ്യൻ. അതിന് അദ്ദേഹം കണ്ടെത്തിയ ബുദ്ധിയാണ് എന്ത്? അയൽ രാജ്യത്തുള്ള രാജ്ഞിമാരെ അല്ലെങ്കിൽ രാജകുമാരിമാരെ വിവാഹം കഴിക്കുക. പക്ഷെ ഇവിടെ അറിയാതെ പോയൊരു ഭാഗം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയായിരുന്നു. യോശുവയോടും മോശയോടും പറയുന്നുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ദേശത്തെ, കനാൻ ദേശത്ത്, അവിടെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിവാഹബന്ധത്തിലേർപ്പെടാൻ പാടില്ല. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അന്യജാതിക്കാരുടെ കന്യകമാരെ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ നിങ്ങളുടെ പെൺമക്കളെ അന്യജാതിക്കാരുടെ ആൺമക്കൾക്കും ഭാര്യമാരായ ഭർത്താക്കന്മാരെ കൊടുക്കരുത് എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞ ആ കൽപ്പനയെ ലംഘിക്കുകയായിരുന്നു ശലോമോൻ ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പരാജയങ്ങൾ സംഭവിക്കാറില്ലേ? നമ്മുടെ ബുദ്ധിശക്തിയുണ്ട്, നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്ന ആ മാനുഷിക ആലോചനകൾ കൊണ്ട് പലപ്പോഴും കർത്താവിന്റെ കൽപ്പനകൾ നമ്മൾ ലംഘിക്കാറില്ലേ? ഉണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ഇതാണ് കണ്ടെത്തേണ്ടത്. എവിടെയാണ് എൻ്റെ ജീവിതത്തിന് പരാജയം സംഭവിച്ചത്? എവിടെയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്? ഇവിടെ ശലോമോന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയം ശലോമോൻ ലോകപ്രകാരം ബുദ്ധിപൂർവമായിട്ട് ചെയ്തുവെങ്കിലും കർത്താവിന്റെ വചനം അനുസരിച്ച് ഭോഷത്വമായതാണ് ചെയ്തത്. ഇവിടെയാണ് ഒരു ദൈവ മനുഷ്യന്റെ കാഴ്ചപ്പാട് ലോക മനുഷ്യന്റെ കാഴ്ചപ്പാട് പോലെയല്ല. ഒരു ദൈവ മനുഷ്യന്റെ ജീവിത ശൈലി ലോക മനുഷ്യന്റെ ജീവിത ശൈലി പോലെയല്ല. ഒരു ദൈവ മനുഷ്യന്റെ വാക്കുകളും ചിന്തകളും
ലോക മനുഷ്യന്റെ ചിന്തകൾ പോലെയല്ല. ഇവിടെയാണ് ഒരു ദൈവ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ ഭക്തനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ അവന്റെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവൻ ചിന്തിക്കണം. അവൻ കണ്ടെത്തണം, എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമായിരിക്കും, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കണം. അതിനാണ് തിരുവചനം പ്രമാണിക്കേണ്ടത്, തിരുവചന സത്യങ്ങളിലൂടെ ആരാഞ്ഞു വരേണ്ടത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയട്ടെ, എന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആളുകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, സുവിശേഷം അറിയിക്കുന്നു, പക്ഷേ വേറെ ചില സൈഡ് ബിസിനസ്സുകളിലൂടെയൊക്കെയാണ് എന്ന് സുവിശേഷം കൊണ്ടുപോകുന്നത്. അതാണ് ഇവിടെ പരാജയം. ഒരുപക്ഷെ ലോകപ്രകാരം അവർ സമ്പന്നന്മാരായി തീരും, ലോകപ്രകാരം അവർ വലിയ പ്രശസ്തന്മാരായി തീരും, ഭൗതികമായിരിക്കും ഒരു നേട്ടങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അവർ എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ആ ഉദാഹരണം ഇതാണ്. ഒരു സ്കൂളിലേക്ക് ഒരാളെ അധ്യാപകനായിട്ട് നിയമിച്ചു. അദ്ദേഹത്തിന്റെ ജോലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം രാവിലെ അവിടെ വരുന്നു. വന്നതിന് ശേഷം അവിടെ അത് ചെയ്യുന്ന വൃത്തിയാക്കുന്ന സ്വീപ്പേഴ്സിന്റെ കൂടെ ആ സ്കൂളൊക്കെ ക്ലീൻ ചെയ്യാൻ അദ്ദേഹം സഹായിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിയൂണിന്റെ കൂടെ അദ്ദേഹം സഹായിക്കുന്നു. ഒരുപക്ഷെ അവിടെ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന സ്കൂളാണെങ്കിൽ അത് ഉച്ചക്കഞ്ഞി വെക്കാനൊക്കെ പോകുന്നു. അവിടുത്തെ എന്തെങ്കിലും ക്ലറിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. ഇവർക്ക് ഒരുപക്ഷെ പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം ക്ലാസ് റൂമിൽ പോകുന്നില്ല, പഠിപ്പിക്കുന്നില്ല എങ്കിൽ പ്രിയമുള്ളവർ, അദ്ദേഹത്തെ അധ്യാപകൻ എന്ന് വിളിക്കാൻ കഴിയുമോ? പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല, കുറെ പേരൊക്കെ ലെഫ്റ്റ് അടിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരവസരം കിട്ടിയപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രം. ഞാൻ ചോദിക്കും, അദ്ദേഹത്തെ അധ്യാപകൻ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് സുവിശേഷ വേല ചെയ്യാതെ, ആളുകളോട് സുവിശേഷം പറയാതെ, വേറെ പല പരിപാടികളായിട്ട് നടന്നത് അദ്ദേഹം സുവിശേഷകനാണോ? ഇവിടെയാണ് ലോകപ്രകാരം അത് ബുദ്ധിമാനാണ്. അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, വാഹനങ്ങൾ കൂട്ടാൻ പറ്റുമായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ പരാജയമാണ് എന്നുള്ള കാര്യമാണ്. ശലോമോനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ശലോമോൻ ലോകപ്രകാരം വഴി ബുദ്ധിമാനായിരുന്ന ആളാണ്, വലിയ ഭരണതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെ രാജ്യത്തെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭരിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ കർത്താവിന്റെ കൺമുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ട മനുഷ്യനായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അദ്ദേഹം വയോധികനായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യമാർ ചിന്തിച്ചു എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഭാര്യമാരുടെ കൂടെ ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങി. അന്യ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ആ സ്ത്രീകൾ നിമിത്തം എന്ത് ചെയ്യുന്നു? അതിനെ കുമ്പിട്ട് വണക്കുന്നു. യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുതെന്നും, ആകാശത്തിലെ ഭൂമിയിലെ വെള്ളത്തിലുള്ള ഒന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കരുതെന്നും, അതിന് നമസ്കരിക്കരുതെന്നും പറഞ്ഞ കർത്താവിന്റെ ഒന്നാമത്തെ കൽപ്പന തന്നെയാണ് ഈ ശലോമോൻ ഇവിടെ ലംഘിക്കുന്നത്. ഇതാണ് ശലോമോന്റെ ജീവിതത്തിലെ വീഴ്ച എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വീഴ്ച എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത അവിടെ കാണാൻ കഴിയുന്നുണ്ട്, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. സങ്കീർത്തനങ്ങൾ 49:20 പറയാണ്, താൻ മാനത്തോടെ ഇരുന്ന മനുഷ്യനായിരുന്നു, പക്ഷെ തന്റെ വിവേകം നഷ്ടപ്പെട്ടു പോയി. ദൈവം അവന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എന്ത്? വിവേകം, ജ്ഞാനം. അതവന് നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് സംഭവിച്ചു? നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് സാധാരണക്കാരനെ പോലെ അവൻ അധപ്പതിച്ചു പോയതാണ് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവം നമുക്ക് തരുന്ന പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം പരിജ്ഞാനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് അതിനുശേഷം കാണാൻ കഴിയുന്ന കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, കൽപ്പന ഒരു ദീപമാണ്, ഉപദേശം ഒരു വെളിച്ചമാണ്, പ്രബോധനത്തിന്റെ അത് ഒരുപക്ഷെ വേദനിപ്പിക്കുന്നതായിരിക്കാം, അതൊരു പക്ഷെ മുറിപ്പെടുത്തുന്നതായിരിക്കാം, അതൊരു പക്ഷെ എത്ര സുഖകരമല്ലായിരിക്കാം. പക്ഷെ അത് ദൈവത്തെങ്കിലേക്കുള്ള വഴിയാണ്, ജീവിതത്തിലേക്കുള്ള വഴിയാണെന്ന് കാണാൻ കഴിയുന്നു. സദൃശവാക്യങ്ങൾ 6:23-24 വായിച്ചു നോക്കി. അവ ദുഷ്ട സ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നെ രക്ഷിക്കും. ഈ ലോകത്തിന്റെ മായാവലയങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൽപ്പന ഒരു ദീപമായി, ഉപദേശം ഒരു വെളിച്ചമായി, പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗമായി കൊണ്ടുപോകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ശലോമോന്റെ പരാജയം എന്ന് പറയുന്നത് അതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്ത ശലോമോന്റെ ജീവിതത്തിന്റെ 4ാം ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് താൻ എത്തി, താൻ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന്റെ ഉഴുതിലേക്ക് എത്തി. അവസാനം അദ്ദേഹം പറയുകയാണ്, എന്താണ്? പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത് വേഗതയുള്ള നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർത്ഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല.
അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നു. ഇതൊരു പരമാർത്ഥമായ സത്യമാണ്, ലോകത്തിന്റെ ഒരു സത്യമായിരിക്കുന്ന അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ സത്യസന്ധതയോടെ നീതിയോടെ ജീവിക്കുന്ന ഒരു ഭക്തന് ഈ ലോകത്തിൽ അംഗീകാരം ലഭിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. വിവേകത്തോടെ പാർക്കുന്ന ഒരു ഭക്തൻ പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ അംഗീകാരമല്ല നമുക്ക് ആവശ്യം, മറിച്ച് നമുക്ക് ആവശ്യം ദൈവത്തിന്റെ പ്രീതിയാണ് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യമാണ്. ഇവർക്കെല്ലാം കാലവും ഗതിയും അത്രേ ലഭിച്ചത്. നമ്മുടെ ഇടയിൽ തന്നെ വളരെ പ്രസിദ്ധനായിരുന്ന ഒരു പ്രസംഗകൻ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നു. ആളുകൾ അദ്ദേഹത്തെ അത്ര കാര്യമായിട്ട് ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആളുകൾ പറയാണ് കാലഘട്ടത്തിന്റെ പ്രതിഭയാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. എന്താ കാര്യം? അതൊരു സത്യമായ കാര്യമാണ്. ഇത് ശലോമോനൊക്കെ 3000 വർഷം മുമ്പ് എഴുതി വെച്ച ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്റെ ജീവിതത്തിന്റെ ആ വഴികൾ, തന്റെ ജീവിതത്തിന്റെ ആ കാലഘട്ട ആ സത്യങ്ങൾ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. ഇദ്ദേഹം ജീവിതം മുഴുവൻ ഇങ്ങനെ കാണുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്റെ ജീവിതത്തിന്റെ നൈർമല്യമുള്ള ഹൃദയത്തോടെ, ഭക്തിയുള്ള ഹൃദയത്തോടെ, പ്രിയമുള്ള കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രമോദിപ്പിച്ചുകൊണ്ട് ജീവിച്ച സമയത്ത് അദ്ദേഹം കണ്ടെത്തിയ സന്തോഷം, തുടർന്ന് ദൈവത്തിലൂടെ ലഭിച്ച ധർമ്മീയം അനുഗ്രഹങ്ങളും, അതിനുശേഷം ദൈവത്തിൽ നിന്ന് കൈവിട്ടുപോയി ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞ വിഗ്രഹങ്ങളിലേക്കും ജാതീയ ചിന്തകളിലേക്കും ലോകത്തിന്റെ മോഹങ്ങളിലേക്കൊക്കെ കടന്നുപോയപ്പോൾ, സുഖലോലുമേ കടന്നുപോയപ്പോൾ, ദൈവത്തെ മറന്നു കടന്നുപോയപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. ശലോമോന്റെ പുസ്തകം വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. താൻ സകലതും ആരാഞ്ഞു നോക്കിയപ്പോൾ അതെല്ലാം അദ്ദേഹം പറയുകയാണ്, ഒരു തലമുറ വരുന്നു, അടുത്ത തലമുറ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അത് അവസാനം 4ാമത്തെ കഴിഞ്ഞാൽ നോക്കി പറയാണ്, സകലതും മായയത്രേ. യാതൊരു പ്രശസ്തിയും ഇല്ലാത്ത ഒരു ജീവിതം, സകലതും മായയത്രേ. തന്റെ ഈ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. പൗലോസിന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിസമ്പന്നനായിരുന്ന മനുഷ്യൻ, ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 3 മാസം താർക്കിക ശാസ്ത്രത്തിലും ന്യായപ്രമാണത്തിലും അതുപോലെ ഗ്രീക്ക് ഫിലോസഫിയിലൊക്കെ അഹവായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന മനുഷ്യൻ, റോമൻ ജന്മം കൊണ്ട് തന്നെ റോമൻ പൗരനായിരുന്ന ഇയാള്, അതുപോലെ ആ പരീക്ഷ പ്രമാണിയായിരുന്ന മനുഷ്യൻ, ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ കർത്താവ് നിമിത്തം ഇതെല്ലാം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കഷ്ടതയുടെ, വേദനയുടെ, പ്രയാസങ്ങളുടെ നടുവിലൂടെ താൻ കടന്നുപോയി. പലവട്ടം താൻ ഉപദ്രവിക്കപ്പെട്ടു, പലപ്പോഴും താൻ മരണത്തോളം കടന്നുപോയി. ഒടുവിൽ ഒന്നുമില്ലാതെ സകലതും നഷ്ടപ്പെട്ട് താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ ആത്മാഭിമാനത്തോടെ തലയുയർത്തിക്കൊണ്ട് ലേഖനങ്ങളിൽ എഴുതിക്കൊണ്ട് ലോകത്തോട് ആഹ്വാനം ചെയ്യുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. 2 മനുഷ്യർ ലളിതമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് സമ്പന്നതയിലേക്കും പ്രശസ്തിയിലേക്കും ജ്ഞാനത്തിന്റെ ഉയർച്ചയിലേക്കും വിവേകത്തിലേക്കൊക്കെ കടന്നു വന്ന മനുഷ്യൻ, ദൈവത്താൽ പ്രസാദം ലഭിച്ച മനുഷ്യൻ. പക്ഷേ ലോകത്തിന്റെ പിന്നാലെ കടന്നുപോയപ്പോൾ, ലോകത്തിന്റെ സുഖലോലുപതയിൽ ഇറങ്ങിപ്പോയപ്പോൾ, ലോകത്തിന്റെ മായ കാഴ്ചകളിൽ മനം മയങ്ങിപ്പോയപ്പോൾ തന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ കണ്ടിട്ട് പറയുകയാണ്, സകലതും മായ എന്ന് പറഞ്ഞ് പരിതപിക്കുന്നു. ഞാൻ അനുഭവിച്ച സുഖങ്ങളും ഞാൻ അനുഭവിച്ച സമ്പത്തും എനിക്ക് ലഭിച്ച കീർത്തിയും ഒക്കെ അത് തീർന്നു പോകുന്നതാണ്, അത് പരിമിതിയുള്ളതാണ്, പരാധീനതയുള്ളതാണ് എന്ന തിരിച്ചറിവിൽ ലോകത്തെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന, അനുദപിക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തെ നോക്കിക്കൊണ്ട് വിലപം പറയുന്ന, പരാജയത്തിന്റെ കൈപ്പ് നീർ കുടിച്ച് ഞാൻ ലോകത്തിന്റെ പരാജയമാണെന്ന് സ്വയം അവരോധിക്കുന്ന, സ്വയം വിളിച്ചു പറയുന്ന ശലോമോന്റെ ജീവിതം എവിടെ നിൽക്കുന്നു? ജീവിതത്തിൽ സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് കഷ്ടവും നഷ്ടവും വേദനയും സഹിച്ച് സർവസമ്പത്തും കർത്താവിന് വേണ്ടി ചെലവഴിച്ച് കാരാഗ്രഹത്തിന്റെ ഇരുണ്ട അറകളിലേക്ക് കടന്നു എന്ന് മരണം കാത്തു നടക്കുന്ന ഭക്തന്റെ പ്രത്യാശ എവിടെ നിൽക്കുന്നു? ഞാനും നിങ്ങളും ആരുടെ പിന്നാലെയാണ് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്നത്? ഞാനും നിങ്ങളും ഏത് വഴിത്താരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ഞാനും നിങ്ങളും ആരെ നോക്കിയാണ് സഞ്ചരിക്കുന്നത്? ശലോമോനെ പോലെയുള്ള ഉയർച്ചയുള്ള സുഖലോലുപതയുടെ ലോകത്തിന്റെ മായ വർണ്ണങ്ങളിൽ മനം ഭ്രമിച്ചു പോയി ജീവിക്കുന്ന ഒരു കാഴ്ച ജീവിതമാണോ നമുക്ക് വേണ്ടത്? അതോ മറിച്ച് ഈ പൗലോസിനെ പോലെ ശാന്തതയും ദൃഢതയും സുനിശ്ചിതമുള്ള ഉറപ്പുള്ള പ്രത്യാശയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പാതയാണോ പിന്തുടരേണ്ടതെന്ന് നമ്മൾ ഇന്ന് രാത്രിയിൽ ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. പൗലോസ് ഇന്ന് വിജയശ്രീയിലാണെന്ന് നിൽക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. ലോകത്തിന്റെ മുൻപിൽ താൻ അഭിമാനമായി നിൽക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാം, നിത്യതയിൽ നമ്മുടെയൊക്കെ മുമ്പിൽ വെച്ച് തന്നെ പൗലോസ് കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് വലിയ പ്രതിഫലം മേടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ശലോമോനോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി.
താൽക്കാലികമായിരിക്കുന്ന ലോകസുഖങ്ങളുടെ മായാവർണ്ണങ്ങളിൽ സുഖിച്ച് രമിച്ച് പുളച്ചു നടക്കുന്ന അനേക ആളുകൾ ഈ ഒരു വർഷം അതൊന്നും പ്രയോജനമില്ലാത്തതാണെന്ന് തിരിച്ചറിഞ്ഞു. വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിച്ച എത്രയോ ആണ്. അതല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ ദൈവഭക്തന്മാരുടെ ജീവിതത്തിന് വലിയ സന്തോഷമുണ്ടായിരുന്നു. ദൈവഭക്തന്മാരായിരിക്കുന്ന ആ ഓരോ കുടുംബങ്ങളും മണിക്കൂറിലെടുത്ത് ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ വേലയ്ക്കയുടെ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അനേക വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ആത്മമിത്രം പോലുള്ള അനേക വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും സൂമിലൂടെ ക്ലാസ്സുകൾ എടുക്കുകയും അനേക ആയിരങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുകയും ആത്മീയമായി വളരുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ചില മാസങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവഭക്തന്റെ ജീവിതത്തിന്റെ വ്യത്യാസം, ലോകത്തിന്റെ വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവസാനം പറയട്ടെ, പരാജയപ്പെട്ട ഒരു ശലോമോനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ ഉപസംഹാരത്തിലേക്ക് ഞാൻ വരികയാണ്. ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിൽ കാണുവാൻ, ജീവിതത്തിന്റെ ശരിയായ അർത്ഥം കാണുവാൻ ശലോമോന്റെ അപഗ്രഥനം നമ്മെ സഹായിക്കും. ഈ ശലോമോന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് ജീവിതം എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ലോകത്തിന്റെ ജീവിതം എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്ന്, തന്റെ അറിവിൽ നിന്ന്, താൻ കണ്ട വീക്ഷണങ്ങളിൽ നിന്ന്, കാഴ്ചപ്പാടുകളിൽ നിന്ന്, താൻ ആരാഞ്ഞന്വേഷിച്ചതിൽ നിന്നൊക്കെ താൻ ഈ ലോകത്തിൽ പറയുകയാണ്. അദ്ദേഹം അതിന്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം വായിച്ചത്, സഭാപ്രസംഗയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം. അവിടെ എന്താ പറഞ്ഞത്? എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക. നിങ്ങൾ ഒരുപക്ഷെ വലിയ പ്രശസ്തന്മാരായിരിക്കില്ല, നിങ്ങൾ ഒരുപക്ഷെ വലിയ സമ്പന്നന്മാരായിരിക്കില്ല, നിങ്ങൾ ഒരുപക്ഷെ വലിയ എന്താ പറയുന്നേ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ആളുകളായിരിക്കില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ നമുക്ക് കഴിയും. പൗലോസിനെ പോലെയുള്ള ദൈവഭക്തന്മാർ ധാരാളം പ്രതിഫലങ്ങൾ വാങ്ങുമ്പോൾ ഒരു പിടി കതിരുകളുമായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ ധന്യമായ ശ്രേഷ്ഠമായ ജീവിതം നമുക്ക് വേറെ എവിടെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. ശലോമോന്റെ ജീവിതത്തിന്റെ 4 വശങ്ങൾ നമ്മൾ കണ്ടു. 1, ദൈവത്തോടു കൂടിയുള്ള ജീവിതം. 2, ദൈവം പ്രസാദിപ്പിച്ച ജീവിതം. 3, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തിന്റെ മായാവി കാഴ്ചകളിലേക്ക് ആ മഞ്ഞുതുള്ളികൾ ഇറങ്ങി വന്ന് പ്രിയമുള്ളവരെ അതിലൂടെ കടന്നുപോയി ചെളിക്കുണ്ടിൽ വീണ് ചെളിയും മുഴുവൻ അഴുക്കും പരണ്ട് മലീമസം അന്തരീക്ഷത്തെ മലീമസമാക്കി കൊണ്ടൊഴുകിപ്പോയി. ഒടുവിൽ അത് കടലിലേക്ക് അലിഞ്ഞു ചേർന്ന് ആ തുള്ളികൾ അപ്രസക്തമായി തീർന്നു പോലെ ലോകത്തിന്റെ മായാവലയത്തിൽപ്പെട്ട് ശലോമോൻ ഒരു പരാജയമായി തീർന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ ഒരു വിജയമായി നിൽക്കുന്നത് കാണാൻ കഴിയും. അവരുടെ വിജയമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം നൽകി തന്ന ആത്മമിത്ര വാട്സാപ്പ് ഗ്രൂപ്പിന്റെ എല്ലാ അഡ്മിൻസിനോടും എന്നെ ഇതുവരെയും ശ്രദ്ധിച്ച എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നിങ്ങൾക്ക് ഏവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.